ഈശ്വര, ഞങ്ങളെ കാര്യമായിട്ടൊന്ന് സഹായിക്കണേ. ഇന്നലെ രാത്രിയുടെ പൂജയ്ക്ക് പായസം വെച്ച് ഉരുളിയാ. ഇന്നലെ എവിടെ പോയി? എവിടെന്നെങ്കിലും തപ്പിയെടുത്തില്ലെങ്കിൽ തമ്പ്രാൻ നമ്മളെ പൊരി പൊരിക്കും. ഒന്ന് വേഗം തരേടൂ. ഇത്രയും ജോലിക്കാരുണ്ടായിരുന്നിട്ടും ആ ഉരുളി മോശം പോയതിനാൽ കഷ്ടം തന്നെയാ. 2-3 മണിക്കൂർ വരെ ഇതിനകത്ത് കിടന്ന് തെരച്ചിൽ തുടങ്ങിയിട്ട് ഒരു രക്ഷയും കാണുന്നില്ല. എവിടെ പങ്കജാക്ഷൻ? എല്ലാരും ഉരുളി തിരയുമ്പോ പങ്കജാക്ഷേട്ട ഉരുളി ഇട്ട് തിന്നുക. ഞാൻ തിരയുകയായിരുന്നു. ഉരുളി തിരയുന്നത് ഭരണിക്കകത്താണോ? കുന്തം പോയാൽ കുടത്തിലും തപ്പണമെന്നല്ലേ? ഞാൻ തപ്പുകയായിരുന്നു. തപ്പിയപ്പോ കിട്ടിയത് നല്ല മധുരമുള്ള ഉണ്ണിയപ്പായിരുന്നു. വിളിക്കണോ? വിളിച്ചോ? കുറെ നേരമായാലോ തിരയുന്നു. എവിടെയാണ് എന്റെ ഉരുളി? പലയിടത്തും തിരഞ്ഞു തമ്പുരാനെ. സമയം പാഴായതല്ലാതെ ഉരുളി കണ്ടു കിട്ടിയില്ല. കിട്ടില്ല. നിന്നെയൊക്കെയല്ലേ കാര്യസ്ഥനെന്ന് പറഞ്ഞ് തീറ്റിപ്പോയിരുന്നത്. കാഴുത സ്നേഹം കൊണ്ട് വിളിച്ചതാ കേട്ടോ. അതെ അതെ. തറവാട് ഭാഗം വെച്ചപ്പോ വല്യമ്മാവന്റെ കൈ കൊണ്ട് കിട്ടിയ മുതലാ. എനിക്ക് ആ ഉരുളി വേണം. പഴയ മുതലല്ലേ തമ്പുരാനെ? പോട്ടേന്ന് വെച്ചൂടെ? പോട്ടേന്ന് വെക്കാലോ? തമ്പുരാൻ വിരോധത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. മോഷണം പോയ വസ്തു മഷി നോക്കി കണ്ടുപിടിക്കുന്നതിൽ വിദഗ്ധരായ 2 മഷിനോട്ടക്കാര് നമ്മുടെ ഗ്രാമത്തിൽ തന്നെ ഉള്ളത് തമ്പുരാൻ അറിയാവുന്നതല്ലേ? വടക്കേക്കര കണാരൻ കാരണവരും തെക്കേക്കര നാരായണത്തള്ളിയും ഉരുളി അവര് കണ്ടുപിടിച്ചു. 2 എന്റെ ബന്ധുക്കളാ. എന്റെ അമ്മ വീട്ടുകാരാ കണാരൻ കാരണവരുടെ ഭാര്യ വീട്ടുകാര്. ഒരു സ്വത്ത് തർക്കത്തില് ഞങ്ങൾ തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലല്ല. അതുകൊണ്ട് അവിടെ പോണ്ടെന്നാ എന്റെ അഭിപ്രായം. അവിടെ തന്നെ പോണം. അതും പങ്കജാക്ഷൻ തന്നെ പോണം. എന്റെ ദൈവമേ, ഏതെരണം കെട്ട നേരത്താണോ ഈ ഉരുളിക്ക് ഉരുണ്ടു പോവാൻ തോന്നി? പങ്കജാക്ഷ എന്താ ആലോചിച്ച് നിൽക്കണേ? ഇനിയും വഹിക്കാതെ പോവാ. എന്തൊരു കാര്യം പോവാ. മോനെ മണികണ്ഠ, അച്ഛനില്ലേ ഇവിടെ? ഉണ്ടല്ലോ. ആരാത്? ഞാനാ, പങ്കജാക്ഷൻ. ഇങ്ങോട്ടുള്ള വഴിയല്ല ഓർമ്മയുണ്ടോ നിനക്ക്? ഒന്നും മറന്നിട്ടില്ല. ഒരാവശ്യം വരുമ്പോ വന്നാ മതിയല്ലോ. കാര്യം ഇരിക്കോ? വിശാലാക്ഷി, എന്തേ? പങ്കജാക്ഷൻ വന്നിരിക്കുന്നു. ഞങ്ങളെയൊന്നും മറന്നിട്ടില്ലല്ലേ? സ്വത്ത് തർക്കവും ബഹളവും ഒക്കെ ഞാൻ അന്നേ മറന്നില്ലേ? എന്റെ അമ്മ വീട്ടുകാരെ ഒഴിവാക്കാൻ പറ്റുമോ എനിക്ക്? ഞാൻ ഇന്നിപ്പോ വന്നത് ചെമ്പകത്തറവാട്ടിലെ ഒരു ഉരുളി മോഷണം പോയി. കള്ളനെ കണ്ടുപിടിക്കാൻ മഷി നോക്കാൻ വന്നാ. ഒരു ഉരുളി കാരണമെങ്കിലും ബന്ധുക്കളെ ഓർത്തല്ലോ. എന്നായിരുന്നു സംഭവം? ഇന്നലെ. വിശാലാക്ഷി ഇവരാവില്ല. വിശാലാക്ഷി ഇവിടെ നോക്കൂ. എന്റെ ഈശ്വര, സത്യം സത്യമായി തന്നെ കാണിച്ചു തരണേ. ദേവി സർവശീല സമസ്തവഞ്ചി കാശിപുരാധീശ്വരി ഭിക്ഷ. ചെമ്പകത്തറവാറിലെ ഉരുളി കേട്ടത് ആരാ? ഉരുളി തലേന്ന് മുക്കി മുഖം കാണിക്കണ പെരിക്കള്ള. ഈശ്വര, ഇതെന്തൊരു പരീക്ഷണം? പറയൂ കണകേട്ടാ, ആരാ കള്ളൻ? അത് പറഞ്ഞാൽ ഇവിടെ പലതും നടക്കും. എന്ത് നടക്കട്ടെ, പറയൂ കണകേട്ടാ. എന്നെ കൊണ്ടത് പറയിപ്പിക്കരുത് പങ്കജാക്ഷ. കള്ളൻ എത്ര ഘോര ഭയങ്കരനായാലും അത് കേൾക്കാനുള്ള ശക്തി എന്റെ കാതുകൾക്കുണ്ട്. പറയൂ കണകേട്ടാ. എന്റെ മോനെ രക്ഷിക്കണമെങ്കിൽ ഇവനിട്ട് പാരപണതേ പറ്റൂ. മറ്റൊന്നും തോന്നരുത്. മഷിയിൽ തെളിഞ്ഞു കാണുന്നത് പങ്കജാക്ഷന്റെ രൂപം തന്നെയാ. ഞാനോ? കണകേട്ട എന്തായി പറയണേ? മഷിയിൽ കാണുന്നതല്ലേ പറയാൻ പറ്റൂ. ഉരുളി കട്ടത് ഞാനോ? ഞാൻ പറഞ്ഞത് സത്യമാണ്. ഇത് ശരിയല്ല, കള്ളമാണ്. കാണാനും കാണാനും മുഴുവൻ പറയും. പങ്കജാക്ഷത് എന്ത് ചെയ്തു? മുഴുങ്ങി തിന്നു. എന്റെ കൂടെ വന്നിട്ട് എനിക്കിട്ട് പാര പണിയോടാ. കുറച്ചുകാലായിട്ട് എനിക്കും തോന്നി സംശയം. കക്കുമ്പോ ഓർക്കേണ്ടിയിരുന്നു. നനയ്ക്കാൻ വെച്ചിട്ടുണ്ട്. പഴയ പകയൊക്കെ മറന്ന് ഞാനിവിടെ വന്നിട്ടും എന്നെ ചതിക്കാണോ താൻ? വിശാലാക്ഷി, ഇത് ശരിയല്ലോ. ശരിയല്ലാത്തത് ചെയ്യുമ്പോ ഓർക്കേണ്ടിയിരുന്നു. എല്ലാവരും കൂടെ എന്നെ ചതിക്കാൻ നോക്കണ്ട. എനിക്ക് നിങ്ങളുടെ മഷിനോട്ടത്തിൽ വിശ്വാസമില്ല. ഞാൻ പോകുന്നു. മഷിനോട്ടാണ് അത്ര കള്ള എരപ്പൻ. എനിക്ക് വിശ്വാസമുണ്ട്. കാണവരെ, നിങ്ങൾ പറയും. എന്നാൽ വേഗം പോയി ആ തറവാട്ടിലെ കാരണത്തോട് പറ. ആ കള്ളമ്പ ഗ്യാസ് ഇപ്പൊ തന്നെ പിടിച്ച് പുറത്തുകളെ. ഓ ശരി. അച്ഛാ, റേഡിയോ ശരി. ഇവനെന്റെ മകനായി പിറന്നല്ലേ? എന്തായി കാണിക്കുന്നേ? ഇല്ലത്തെ ഉരുളിയേട്ടത് ഇവനാ. ഇവനെ രക്ഷിക്കാൻ ഞാൻ കള്ളം പറയേണ്ടി വന്നല്ലോ ദൈവമേ. എന്റെ ഈശ്വര, ഞാൻ എന്തായി കേൾക്കുന്നേ? വെറുതെ ഒച്ചുണ്ടാക്കൊന്നും വേണ്ട. എന്നെ പോലുള്ള കള്ളന്മാർ ഓരോന്ന് മോഷിച്ചെടുക്കുന്നുണ്ടല്ലോ അച്ഛനെ പോലുള്ള മഷിനോട്ടക്കാർക്ക് ജോലി ഉണ്ടാവുന്നത്. കഴുതേ, വർഷങ്ങളായി ഇവിടുത്തെ ഉപ്പും ചോറും തിന്നിട്ട് നീ തന്നെ ഇത് ചെയ്തല്ലോ. എന്റെ പൊന്ന് തമ്പുരാനെ, എന്നെ വിശ്വസിക്കുക. ഞാൻ ഉരുളി മോഷ്ടിച്ചിട്ടില്ല. ആ കണാരം കാരണ ഒരു പൂർവ്വ വൈരാഗ്യത്തിന് എന്നെ കള്ളനാക്കിയതാ. വേണ്ട, ഇനി ഒന്നും പറയണ്ട. ഇവിടത്തെ കാര്യസ്ഥൻ തന്നെ ഇവിടത്തെ ഉരുളി മോഷ്ടിക്കുക. തല്ലി കൊല്ലിയാ വേണ്ടത്. കുറെ കാലം ഇവിടെ കഴിഞ്ഞതല്ലേ, അതുകൊണ്ട് അതിന് മനസ്സ് വരുന്നില്ല.
ഇനി ഒരു നിമിഷം എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. ഇറങ്ങി അവിടുന്ന്. എന്നെ പുറത്താക്കരുത്, ഞാൻ പോവില്ല. പിടിച്ച് പുറത്താക്കണായി കള്ള തമ്മാടി. ഞാൻ പോവില്ല. ഞാൻ പറയണ ഒന്ന് കേൾക്കൂ. ഇവരോട് പറയൂ എന്നെ പുറത്താക്കരുത്. തമ്പുരാനെ, തമ്പുരാനെ, എന്നെ പുറത്താക്കരുത് പറയൂ. ഞാൻ ഉള്ളിൽ പോയിട്ടില്ല കേട്ടോ. അന്തയ്ക്ക് പറഞ്ഞ പണിയാണോ കാരണവർ കാണിച്ചത്? കൊല്ലത്രയായി പങ്കജാക്ഷൻ അവിടെ കാര്യസ്ഥനായിട്ട്. നിങ്ങൾ ഇങ്ങനെ കുത്തിയിരുന്നോണ്ട് കള്ളപ്പേര് മാറുമോ പങ്കജാക്ഷ? എഴുന്നേറ്റ് നടന്നതുകൊണ്ട് മാറില്ലല്ലോ. ഒരു നയാ പൈസ പോലും ഇന്ന് വരെ ഞാൻ ആരുടെയും മോഷ്ടിച്ചിട്ടില്ല എന്റെ തമ്പുരാനെ. എന്നിട്ട് എന്തിനാണ് ആ കിഴവൻ മഷിനോട്ടം എന്നെ കള്ളനാക്കിയത്? അതാണ് മനസ്സിലാകുന്നത്. ചോദിച്ചോട്ടെ, അയാൾക്ക് നിങ്ങളോട് പൂർവ്വ വൈരാഗ്യം വല്ലതുണ്ടോ? എന്റെ അമ്മയുടെ അച്ഛന്റെ വീട്ടുകാര്, അങ്ങയുടെ ഭാര്യ വീട്ടുകാര്. അമ്മയുടെ മുതലിൽ അവകാശം ചോദിച്ച് ഞാനൊന്ന് ഉരസിയിരുന്നു കഴിഞ്ഞ ദീപാവലിക്ക്. കുടിപ്പകയാ കുടിപ്പക. പങ്കജാക്ഷ, ഇത് വെറുതെ വിടരുത്. നിങ്ങൾ ഏഷന് കൂട്ടണ്ട വൈദ്യരെ. നാട്ടുകാര് തന്നെ ഏഷണി വൈദ്യം എന്ന് വിളിക്കുമ്പോ ഞാനായിട്ട് എന്തൊരു കുറയ്ക്കണം? എനിക്ക് അവരോട് ഇത്തിരി വൈരാഗ്യവും ഉണ്ട്. നാട്ടുകാർക്കിപ്പോ എന്റെ വൈദ്യത്തെക്കാൾ ഇഷ്ടം അവരുടെ മഷിനോട്ടമാണല്ലോ. നാട്ടുകാർക്ക് വിവരമുണ്ട്. എന്നെ പെരുവഴിയിലാക്കിയ കള്ള കണാറിനെയും വെറുതെ വിടില്ല. ഞാനുണ്ട് പങ്കജാക്ഷ കൂടെ. ജി അടങ്ങാറിനൊന്നും പോണ്ട. മശുവാട്ടക്കാർ ഇനിയുണ്ടല്ലോ ഇവിടെ. ജി നാരായണ തള്ളന്റെ അടുത്തൊന്നും ചെല്ല്. അത് വേണോ? വേണോ? ജി ചെല്ല്.